ഹലോ, ക്രിസ്മസും ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ബീഫൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആർ.കെ. പുരം മാർക്കറ്റിലാണ്. ഇവിടെ സൺഡേ മാർക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. സൺഡേയിലാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഈ കാണുന്ന റോഡിലെല്ലാം സൺഡേ ആകുമ്പോഴത്തേന് കച്ചവടക്കാരെയും കടകളും കൊണ്ടൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. പക്ഷേ ഈ ഡെയിലി ഇവിടെ മീനും ഈ ബീഫും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സൈഡിൽ പച്ചക്കറി കടയൊക്കെ ഉണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു തിരക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സൺഡേയിലാണ്. ഇവിടെ അടുക്കാൻ പറ്റാത്തത്ര തുണികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീഫും വാങ്ങിയിട്ട് തൊട്ടടുത്ത് ഒരു കേരള സ്റ്റോറുണ്ട്. ബീഫ് വാങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കപ്പയും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കപ്പ വാങ്ങാൻ വന്നതാണ്. അവിടെ വന്നപ്പോൾ ഒരുപാട് പ്ലം കേക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ഞാൻ വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് മേടിച്ചതൊന്നുമില്ല. ജസ്റ്റ് എല്ലാത്തിൻ്റെയൊക്കെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു. പിന്നെ 26 കലണ്ടറും ഒക്കെ ഒന്ന് കണ്ടു. അങ്ങനെ കപ്പയും എന്താ പറയുന്നത് കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ഇറങ്ങിയപ്പം ഈ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഓട്ടോയിലും കാറിലുമൊക്കെ നല്ല ജീവനോടെ മീനിനെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അതും ആ വെള്ളത്തോടു കൂടി തന്നെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാണെന്ന് തോന്നുന്നു. കാറിനകത്തും ഓട്ടോയ്ക്കകത്തുമൊക്കെ ഇങ്ങനെ ടാർപ്പ കെട്ടിയിട്ട് അതിനുള്ളിൽ വെള്ളം നിറച്ചിട്ട് ജീവനോടെ തന്നെ ആ ഒരു മീനിനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഇറക്കിയേക്കുവാണ് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നേ. ഇവിടെ എയർ പൊല്യൂഷൻ മാത്രമല്ല കേട്ടോ, സൗണ്ടും ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര ഹോണടിയും ബഹളമാണ് കേട്ടോ. ഒരു മിനിറ്റ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ ബാക്കിൽ വരുന്ന വണ്ടികൾ ഭയങ്കര ബഹളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നത് മലബാർ ഹോട്ടലിലേക്കാണ്. എന്തായാലും ഇന്ന് വൈകിട്ടത്തേന് കുറച്ച് പൊറോട്ട വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. പൊറോട്ടയ്ക്ക് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറിയപ്പോൾ നല്ല മലയാളം പാട്ട് ഇട്ടേക്കുന്നത് കേട്ടു. അങ്ങനെ അതും കേട്ട് കുറേ നേരമൊക്കെ ഇരുന്നപ്പോഴത്തേനും അവിടെ പൊറോട്ടയും വന്ന് നമ്മൾ അതും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി.